മഹാന്മാരുടെ പ്രവർത്തനം അനുകരിക്കലും അവരെ സ്മരിക്കലുമാണ് ഹജ്ജിന്റെ ഓരോ അമലും. ആദം ഹവ്വ ദമ്പതിമാരുടെയും ഇബ്രാഹിം സാറ ഹാജറ ദമ്പതിമാരുടെയും ഇസ്മായിൽ ഇസ്ഹാഖ് നബിമാരുടെയും ഓർമ്മ നിലനിർത്തലും അവരെ അനുധാവനം ചെയ്യലുമാണ് ഹജ്ജ്. ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഅബ. തവാഫ് ചെയ്യൽ, അതായത് കഅബയെ 7 പ്രാവശ്യം ചുറ്റൽ ഹജ്ജിന്റെ ഒരു ഫർളാണ്. അല്ലാഹുവിനെ ആരാധിക്കാൻ ഭൂമുഖത്ത് പടുത്തുയർത്തപ്പെട്ട ആദ്യ ഭവനം പരിശുദ്ധമായ കഅബ ശരീഫ്. അത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. തീർച്ചയായും മനുഷ്യർക്ക് ആരാധനയ്ക്ക് സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശനമായും നിർമ്മിക്കപ്പെട്ട മക്കയിലെ കഅബ ശരീഫ്. ഭൂമിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കഅബയെ മലക്കുകൾ തവാഫ് ചെയ്തിരുന്നു. വഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഖാല ലി ആദം അലൈഹിസ്സലാം ഇന്നൽ മലായികത കാനൂ യതൂഫൂന ഖബ്ലക ബിഹാദൽ ബൈതി 7000 സന. ജിബ്രീൽ അലൈഹിസ്സലാം ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, താങ്കൾക്ക് 7000 വർഷം മുമ്പ് തന്നെ ഈ കഅബാലയത്തെ മലക്കുകൾ തവാഫ് ചെയ്തു. ആദ്യം കഅബ നിർമ്മിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്ലാനിങ്ങിൽ ആദം അലൈഹിസ്സലാമാണ്. ആദമും മലക്കുകളും കഅബയെ തവാഫ് ചെയ്യുമായിരുന്നു. പിന്നെ ശീസ് അലൈഹിസ്സലാം പുതുക്കിപ്പണി. നൂഹ് അലൈഹിസ്സലാമിന്റെ സമയത്തെ തൂഫാൻ ജലപ്രളയത്തിൽ കഅബ പൂർണ്ണമായി നശിച്ചു. ശേഷം അതേ സ്ഥാനത്ത് കഅബ നിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുമാണ്. കഅബ നിർമ്മാണം പൂർത്തിയായപ്പോൾ അവർ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ. ഇബ്രാഹിമും ഇസ്മായിലും കഅബ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് പറഞ്ഞ സന്ദർഭം സ്മരണീയമത്രേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണം. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. ഞങ്ങളുടെ നാഥാ, ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു സമുദായത്തെ ഉണ്ടാക്കുകയും ചെയ്യണം. വാരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുകയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ്. കഅബ ഇന്ന് നിലനിൽക്കുന്ന സ്ഥാനം അല്ലാഹു കാണിച്ചതനുസരിച്ച് നിർമ്മിക്കപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അത് സൂചിപ്പിക്കുന്നു. വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്ത്. ഇബ്രാഹീമിന് കഅബയുടെ സ്ഥാനം നാം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം സ്മരണീയമത്രേ. അല്ലാ തുശ്രിക് ബി ശൈആ വതഹ്ഹിർ ബൈതിയ ലിത്വാഇഫീന വൽ ഖാഇമീൻ വറുക്അഇ സുജൂദ്. യാതൊരു വസ്തുവിനെയും എന്നോട് പങ്കു ചേർക്കരുതെന്നും തവാഫ് ചെയ്യുന്നവർക്കും നിന്നും കുനിഞ്ഞും സാഷ്ടാംഗത്തിലായി പ്രാർത്ഥിക്കുന്നവർക്കും എന്റെ ഭവനം ശുദ്ധമാക്കി വെക്കണമെന്നും ഇബ്രാഹീമിനോട് നാം നിർദ്ദേശിച്ചു. കഅബ നിർമ്മാണ പൂർത്തീകരണത്തിന് ശേഷം അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിമേ, താങ്കൾ ജനങ്ങളിൽ ഹജ്ജിന് വിളംബരം ചെയ്യുക. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി കൈഫ അബ്ലുഗു الناس വസൗതി ലാ യുൻഫുലൂൻ.
എന്റെ നാഥ, ഞാൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക? ജനവാസമില്ലാത്ത ഇവിടെ നിന്നും വിളിച്ചു പറഞ്ഞാൽ ആര് കേൾക്കാനാണ്? ഇബ്രാഹിം, താങ്കൾ വിളംബരം ചെയ്യുക, അത് എത്തിച്ചു കൊടുക്കുന്നത് നാമാണ്. അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് വഅല്ലിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലാ വഅലാ കുല്ലി ളാമിരിൻ യതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ജനങ്ങൾക്കിടയിൽ താങ്കൾ ഹജ്ജിന് വിളംബരം ചെയ്യുക. കാൽനടയായും മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്ത് കയറി വിദൂര സ്ഥലങ്ങളിൽ നിന്നും അവർ താങ്കളുടെ അടുക്കൽ ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അവർക്ക് പ്രയോജനകരമായ രംഗങ്ങളിൽ അവർ സന്നിഹിതരാകുവാനും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള നാൽക്കാലി മൃഗങ്ങളെ നിശ്ചിത ദിവസങ്ങളിൽ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലി കഴിക്കാനും വേണ്ടിയാണ് അവർ താങ്കളുടെ അടുക്കൽ പരിശുദ്ധമായ കഅബയിലെത്തുന്നത്. അപ്പോൾ അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകയും അവശനും ദരിദ്രനും ഭക്ഷിപ്പിക്കുകയും ചെയ്യും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജബൽ അബീ ഖുബൈസ് മലമുകളിൽ കയറി വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും ഖദ് ഇത്തഖദ ബൈതൻ ഫഹുജ്ജു. അല്ലയോ ജനങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് ഒരു ഭവനത്തെ ഉണ്ടാക്കി തന്നിരിക്കുന്നു, അതിൽ വന്ന് നിങ്ങൾ ഹജ്ജ് ചെയ്യുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നു, ഇസ്തജാബ ലഹു മാ സമിഅഹു മിൻ ഹജറിൻ ഔ ശജറിൻ ഔ തുറാബിൻ ഔ ശൈഇൻ ഔ അർഹാമിൻ നിസാ ഫഖാലു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. കല്ലും മണ്ണും വൃക്ഷവും ഗർഭസ്ഥ ശിശുവും ഇത് കേട്ട് വിളിച്ചു പറഞ്ഞു, അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. കാലഘട്ടം നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തിയ കഅബയുടെ അധികാരം ഖുറൈശികൾക്ക് ലഭിച്ചു. റസൂലിന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിലുള്ള കഅബ പുനർനിർമ്മാണത്തിൽ റസൂലും പങ്കാളിയായി. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലമ്മാ നാദാ ഇബ്രാഹിം ബിൽ ഹജ്ജി ലബ്ബൽ അൽ ഖൽഖു കുല്ലു ഫമൻ ലബ്ബാ തൽബിയതൻ വാഹിദതൻ ഹജ്ജ ഹജ്ജതൻ വാഹിദതൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്തപ്പോൾ എല്ലാ സൃഷ്ടികളും വിളംബരം കേട്ടു. ഒരു പ്രാവശ്യം ലബ്ബൈക്ക് പറഞ്ഞവൻ ഒരു പ്രാവശ്യവും, എന്നാൽ 2 പ്രാവശ്യം ലബ്ബൈക്ക് പറഞ്ഞവർ 2 പ്രാവശ്യവും ഹജ്ജ് ചെയ്തു. വമൻ സാദ ഫബിഹിസാബിഹി ദാലിക. എത്ര പ്രാവശ്യം തൽബിയത്ത് അധികരിപ്പിച്ചുവോ അത്രയും പ്രാവശ്യം ഹജ്ജ് ചെയ്യുക തന്നെ ചെയ്യും. ആ പുണ്യനാട്ടിൽ പോയി ഹജ്ജും ഉംറയും ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ പോയി സിയാറത്ത് ചെയ്യുവാൻ നാം ഓരോരുത്തർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.